അങ്ങനെ ഇൻഡോറിലെത്തി നമ്മളിതാ താമസിക്കുന്നത് വാവ് ക്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ്. ഒരു ലോങ് ജേർണി കഴിഞ്ഞ് റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. കുളിച്ച് റെഡിയായി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. അത് കണ്ടോ എന്നാ ഒരു ഭംഗിയാ നോക്കിയേ, അതിന്റെ ഹൈറ്റും ഉണ്ട്. അതെ ഇവിടെ സ്ട്രീറ്റ് ഡോഗ് ഒക്കെ ഉണ്ട്. അപ്പം ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അമ്പരന്നിരിക്കുവാണ്. തിരക്കും ബൈക്കും ഓട്ടോയും ആൾക്കാരും ഇങ്ങനൊക്കെ പോകുന്നത്. ഇത് ബലൂണൊക്കെ കൊണ്ടുപോകുന്നു. കുഞ്ഞ് അങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിതാ താമസിക്കുന്ന ഹോട്ടൽ ഇവിടെയാണ്. അപ്പൊ ഏവക്കുട്ട വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക. ചെക്കരെ എനിക്ക് വയ്യ. കുഞ്ഞ് എന്തൊക്കെയായി കാണുന്നത്? അതെ ആ 6:30 വരുമെന്ന്. ഇപ്പൊ 6 മണി ആയതേ ഉള്ളൂ. അപ്പോൾ 6:30 നമ്മുടെ ഫ്രണ്ട് നമ്മളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടൊക്കെ ഒന്ന് കറങ്ങി കണ്ട് എന്തെങ്കിലും ഷോപ്പിൽ പോയി എന്തെങ്കിലും കഴിക്കാന്നൊക്കെ കരുതി ഇറങ്ങിയതാണേ. റോഡിലൊക്കെ നല്ല തിരക്കാണ്. അത്യാവശ്യം ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്തൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നു തോന്നില്ല. ഇപ്പൊ ശരിക്കും നല്ല രീതിയിൽ ട്രാഫിക് കൂടിയിട്ടുണ്ട്. പക്ഷെ എത്ര തിരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഒക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. എങ്ങും ഒരു അഴുക്ക് പോലും ആരും വലിച്ചെറിഞ്ഞിടാറില്ല. ഇവിടുത്തെ നഗരവികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നല്ല രീതിയിൽ പൈസ മുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെയും നല്ല സപ്പോർട്ടും ഉണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും റൂൾസ് ഒക്കെ പാലിക്കും. വീടുകളിലാകട്ടെ കടകളിലാകട്ടെ എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാവരും വേസ്റ്റിന് വേണ്ടി പ്രത്യേകം ബിന്നുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരനിഗത്തിന്റെ വണ്ടി വന്നിട്ടാണ് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതും തരംതിരിച്ച് പല പല വേസ്റ്റുകളായിട്ടാണ് കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി പ്രത്യേകം പൈസയൊന്നും ഈടാക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഇതെല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നഗരനിഗത്തിന്റെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വണ്ടി വീടുകളുടെ വാതിക്കൽ ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് വന്ന് നിൽക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ തരംതിരിച്ച് വെച്ചിരിക്കുന്ന വേസ്റ്റും എടുത്ത് ആളുകൾ നേരെ വണ്ടിയിൽ കൊണ്ടുവന്നിടും. ഇങ്ങനെ വീടുകളിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് പ്രത്യേകം പൈസയൊന്നും ഈടാക്കുന്നില്ലെങ്കിലും പക്ഷെ ഷോപ്പുകളിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് അവർ ഈടാക്കുന്നുണ്ട്. രാവും പകലും എല്ലാം നിരത്തുകളിൽ നമുക്ക് നഗരനിഗത്തിന്റെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വണ്ടികൾ കാണാം. മാത്രമല്ല രാത്രിയിലെല്ലാം നഗരനിഗത്തിന്റെ തൊഴിലാളികൾ സ്ട്രീറ്റുകളെല്ലാം തൂത്ത് വൃത്തിയാക്കാറുമുണ്ട്. 2014 മുമ്പുള്ള ഇൻഡോർ ഈ ഒരു രീതിയിലേ അല്ലായിരുന്നു. മൂക്കു പൊത്താതെ നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ ചുരുക്കമായിരുന്നു ആ ഒരു സമയത്ത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇത്രയധികം മാറ്റം വന്ന വേറൊരു നഗരം ഇന്ത്യയിലില്ല. ആ ഒരു മാറ്റം നമ്മൾ അന്നും ഇന്നും ഒക്കെയായി നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അന്നൊക്കെ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുമായിരുന്നു. ഓടകളൊക്കെ അടഞ്ഞു മൂടി കിടന്നിട്ട് വെള്ളം പൊങ്ങുന്ന സമയത്ത് എല്ലാ റോഡിലൂടെ ഇങ്ങനെ ഒലിച്ചു നടക്കും. അതിൽ കൂടി വേണമായിരുന്നു നമുക്ക് നടക്കാൻ. അന്ന് അങ്ങനെ നടന്നിരുന്ന സ്ഥലങ്ങളിലൂടെയാണ് ദാ ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. പക്ഷെ ഇന്നിവിടെ അതിലേറെ തിരക്ക് കൂടിയിട്ടുണ്ട്. വാഹനങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ തിരക്കും വാഹനങ്ങളും ജനപ്പെരുപ്പും ഒന്നും വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിന് ഒരു തടസ്സവും ആകുന്നില്ല. ഈ ഒരു മാറ്റത്തിന് പിന്നിലെ മുഴുവൻ ക്രെഡിറ്റും ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതാണ്. സർക്കാർ നിയമങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യേണ്ടത് ജനങ്ങളുടെ കടമയാണ്. ഇവിടെയുള്ള ജനത അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല, എടുക്കണം, പൈസ എടുക്കണം. അതിന് ATM എങ്ങാനും ഉണ്ടെങ്കിൽ അവിടെ അതെ അതെ പൈസ എടുക്കാം. അപ്പൊ ഏവക്കുട്ടന് വിശക്കുന്നെന്ന് പറഞ്ഞല്ലേ? ഏവക്കുട്ടൻ അപ്പൊ നമ്മള് മോമോസ് വാങ്ങിച്ചു കൊടുക്കാണ്. പനീർ മോമോസ് അല്ലേ പറഞ്ഞേ? പനീർ മോമോസും പിന്നെ ഒരു വെജ് ബർഗറും പിന്നെ ഒരു ഖടക് ചായയും. ഖടക് ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ചായ അല്ലേ? അതാ ഓർഡർ ചെയ്തേക്കണേ. അത് കഴിച്ചിട്ട് നമുക്ക് വേറെ ഇനി എന്തോ തീരുമാനിക്കും. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ പോകും, പുറത്ത് പോകും, അവൻ്റെ വീട്ടിൽ പോകും. അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. ഏവയാണെങ്കിൽ റോഡിൽ നിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കാം. കാരണം അവിടെ നിന്ന് ഇത്ര സ്കൂട്ടറുകളൊന്നും ഇല്ല. അപ്പോൾ ഓട്ടോയും സ്കൂട്ടറൊക്കെ കണ്ടിട്ട് ഏവ അത്ര കണ്ടാലും അവർക്ക് മനസ്സിലാകത്തില്ല. അതിന് പ്രായം കുഞ്ഞല്ലേ, തീരെ കുഞ്ഞല്ലേ. അപ്പോൾ ഇപ്പോഴെല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് കൗതുകമാണ് ഇതിനെക്കുറിച്ചൊക്കെ. അതെ, അപ്പൊ എല്ലാം ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏവ അല്ലേ? ഏവാ 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 ഇങ്ങോട്ട് നോക്കിക്കേ. ഇല്ല, ഏവ അങ്ങോട്ട് എന്തോ നോക്കുന്നു പൊന്നെ. കാഴ്ചകളെല്ലാം അവിടെയാണ്. വണ്ടിയൊക്കെ നോക്കിയിട്ട് മടുത്ത് ബസ്സൊക്കെ പോകുന്നെന്നും പറഞ്ഞ് ഏവ ഭയങ്കര ഇതിലേക്കൂടെ. അവിടെ അങ്ങനെ ബസ് വല്ലപ്പോഴും ഒക്കെ അല്ലേ കാണത്തുള്ളു. ഓട്ടോയും സ്കൂട്ടറും, ഓട്ടോയും ബൈക്കും ഏവയ്ക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ. പിന്നെ അത് മാത്രമല്ല, സ്ട്രീറ്റ് ഡോഗ്സിനെ കണ്ടപ്പോഴത്തേക്ക് അതെ അതൊക്കെയാണ് ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മതി മതി മതി, സ്നേഹമൊക്കെ മതി. ഡ്രാമയാണേ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ പകുതി വന്നിട്ടുണ്ട്. പൊന്നിന് ചായ വേണോ?
നമ്മള് മോമോസ് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ വെജ് ബർഗർ, അതിന്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അതെ. ഇത് കഴിക്കുമല്ലോ, കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറ. കഴിച്ചു നോക്കട്ടെ. ഏത് മയോണൈസിൽ ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? ഏവയ്ക്ക് മോമോസ് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ഏവ കഴിക്കുന്ന മോമോസ് അല്ലേ? ഞാൻ കഴിച്ചു നോക്കട്ടെ. അച്ഛൻ മോളും കഴിക്കുക. ഷാരി ആണെങ്കിൽ വെജ് ബർഗർ കഴിക്കുകയാണ് അല്ലേ? അവിടെ വെജ് ബർഗർ ഒക്കെ ഉണ്ടോ? നമ്മളെങ്ങൊന്നും കഴിച്ചിട്ടില്ല. ഉണ്ട്, പക്ഷെ നമ്മളൊക്കെ സാധാരണ പോകുന്നിടത്തെല്ലാം ചിക്കനും മീറ്റും അങ്ങനത്തെ ഒക്കെ ഉള്ളു. വേഗൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏവ കഴിക്കുന്നത് കേട്ടോ. എന്തോ കഴിക്കുന്നത്? തമ്മ എന്തോ പൊട്ടറ്റോ ആണോ? ഫ്രഞ്ച് ഫ്രൈസോ? അതാ പൊട്ടറ്റോ. പിന്നെ ഇതെന്താണ്? ഹോട്ട് ചോക്ലേറ്റോ? അതെന്താ? ബ്രൗണി വിത്ത് ഐസ്ക്രീം. ഇതാ കഴിച്ചു നോക്ക്. അപ്പോൾ നീ, ഞാനാണെങ്കിൽ ഒരു ചായ കുടിക്കണേ, കടച്ചായ, സ്ട്രോങ് ടീ. കൊള്ളാം, ചായ കൊള്ളാം. അല്ല ചൂടില്ല, ചൂടില്ലത്. ഏതൊക്കെ കുടിക്കാന്നാ? ഏതൊക്കെ കുടിക്കാന്നാ? അങ്ങനെ ഇങ്ങനെ അവിടെ പോകും, അവിടെ കഴിക്കുന്നത്. ഏവയ്ക്ക് ഇപ്പം ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ ഷോപ്പിൽ ഇല്ല, ബേബി സീറ്റ് ഇല്ലാത്തതുകൊണ്ടേ ഏവയ്ക്ക് ഭയങ്കര ഉയരം കൂടുതലായി ടേബിള്. ശീലം ഇല്ലാത്തതുകൊണ്ടാ, അല്ലാതെ ഇപ്പം അവിടെ വളർന്നുകൊണ്ടാണെന്നൊക്കെ പറയാൻ പറ്റുക. അവര് ശീലിച്ച അങ്ങനെയാണ്, തള്ളായിട്ടൊന്നും അല്ല, അവളങ്ങനെയാണ് കഴിക്കുന്നത്. കഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ നമുക്ക് വിഷമം വരുമോ? കാരണം അവർക്ക് അവിടെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി. നമുക്ക് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് മതിയോ? എന്താ ഇടയ്ക്കൊക്കെ വെജ് ബർഗറും കഴിക്കണം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസൊക്കെ വെച്ചിട്ട് അല്ലേ? നല്ല ചൂടാ. അങ്ങനെയുണ്ട്. ആവി പറക്കുന്നില്ല, അതിൽ നിന്ന് കാണാൻ പറ്റും ആവി പറക്കുന്നത് നല്ലോണം. നല്ല നീറ്റാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. എല്ലാം ഫ്രഷ് ആയിട്ട് ഒരു ചൂടോടെ ഉണ്ടാക്കി തരുക. ഏവക്കൂട്ടനോടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുക, അവൾക്ക് അതാ ഇഷ്ടം. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് കുടിക്കിച്ചിരി. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? സൂപ്പറാ. അതെ, എനിക്ക് കഴിക്കാൻ പറ്റുന്ന ചീസെല്ലാം ഒട്ടുന്നു അല്ലേ? डरना नहीं, उसको हिंदी नहीं मालूम, हम बोलते रहते हैं ना. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണിപ്പോൾ. ഏവക്കുട്ടനെ ഹിന്ദി ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ആൾക്കാരെ ആദ്യമായിട്ടൊക്കെയാണല്ലോ കാണുന്നത്. ഭാഷയൊന്നും മനസ്സിലായില്ലല്ലോ. അവൾ അവരോടൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കമ്പനിയായി. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏവക്കുട്ടൻ അങ്ങ് ചെന്ന് കേട്ടോ. അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്, പക്ഷെ ഏവയ്ക്ക് ഹിന്ദി അറിയത്തില്ല. എന്നാലും ഏവയാണെന്നുണ്ടെ ചെന്ന്, പുള്ളിക്കാരനാണ് നെയിൽ പോളിഷൊക്കെ എടുത്തോണ്ട് വന്ന് അവളങ്ങ് നൈസായിട്ട് അങ്ങ് ചെന്ന് വാച്ചൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. വാച്ച്, പിന്നെ ബട്ടർഫ്ലൈ. ഫസ്റ്റ് ടൈമാണ് ഇവരെ കാണുന്നത്, പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ഇഷ്ടപ്പെട്ടു. അവരുടെ അടുത്ത് ചെന്ന്, എന്ത് കളറാ പൊന്ന അത്? ഇങ്ക ബാരിനൻ തമ്മ, വിച്ച് കളർ ഈസ് ദാറ്റ്? ഏവാ? ओ वियोलेटी ओ सीनीने I don't know, वो कुछ नहीं बोल रहे. उसका लंबी बार इसको पसंद है वायलेटी. हाँ हाँ, वो वायलेट है. हाँ, ഫിനിഷ് में വിയോലെറ്റി बोलते. എന്ത് കളറാ പൊന്ന അത്? ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട് തരത്തില്ല ഇനി. ഏത് കളറാ പൊന്ന? അടുത്തൊക്കെ ചെന്നെങ്കിലും അവൾ അവരോട് സംസാരിക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ഭാഷയിൽ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചതാണേ. രാമാക്കാരുടെ ബോത്ത്. ഏത് കളറാന്ന് പറയാമെങ്കിൽ ഇനിയും തരും, തോനെ കളർ തരും. ചായ വേണോ? ചായ പീते ना, शक्कर नहीं डालते, मैं शक्कर नहीं डालते. हिंदी भी भूल गया हम तो. मेरा तो आता है लेकिन मैं ज्यादा नहीं बोला, थोड़ा थोड़ा आता है.
थोड़ा थोड़ा मलयाളം सिखाया था मैंने इनको എവിടെ വാടാ പിന്നെ നമ്മുടെ കുറച്ച് സ്പെഷ്യൽ വേർഡ്സ് സ്പെഷ്യൽ വേർഡ്സ് പറയാൻ പറഞ്ഞു स्पेशल वर्ड्स പറയാൻ പറ്റത്തില്ല नहीं बोल सकते ना आप सब्सक्राइबर्स अच्छा नहीं लगेगा पर इनको ये सब पता था पुराने टाइम में हम लोग एक साथ रहते थे ये बहुत अच्छा गाना गाते थे है ना भैया अच्छा गाना गाते थे വേണ്ടേ അപ്പൊ നമ്മള് ദേവ് ഭയ്യ നമുക്ക് ചായ ഇട്ട് തന്നു इंडोर चाय हम इधर से ज्यादा चाय नहीं पीते थे भैया चाय तो हम ये पेड़ से थी ना तो मेरे को चाय पीने से उल्टी आते थे मैं चाय नहीं पिया और आज इंदौर आके मैंने चाय पिया और इतना अच्छा चाय था बहुत अच्छा हाँ बहुत अच्छा चाय था और उधर एप्पल में चिट्ठी मिलते थे 30 दिन का तो 15 दिन में खत्म होता है सुबह शाम चाय पी के ऐसा था फिर 15 तारीख के बाद कौन देगा आप देंगे क्या कौन देगा और हम जब हम केरल जाते तो तुमको अच्छा लगता तो बोलते थे अरे वो देखे जाना क्या ऐसे चाय के लिए ऐसे झगड़ा करते रहते यार आज कौन पिलाएगा आज तुम पिला दो और सबका चले जाते थे कि भैया तो ऐसे पता नहीं कहाँ से आके किसी का लेके रखते थे इनके पास रहता था करके रखते थे बहुत अच्छा था यार ഏവയാണെങ്കിൽ ദേവുബയ്യായിട്ട് ഭയങ്കര കമ്പനിയായേ എന്നിട്ട് പുള്ളിക്കാരൻ ഹിന്ദിയാണ് പറയുന്നത് ഏവ ഫിനിഷും പറയുന്നത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ രണ്ടുപേരും ഭയങ്കര കമ്പനിയായിട്ട് അതാണ് പറയുന്നത് ലാംഗ്വേജ് ആ ഒരു പ്രശ്നമേ അല്ല അല്ലേ കമ്മ്യൂണിക്കേഷന് ലാംഗ്വേജിന്റെ ആവശ്യമില്ല കമ്മ്യൂണിക്കേറ്റ് करने ലാംഗ്വേജ് की जरूरत नहीं है ना भैया देखो चलो ये बात तो अच्छा है यार ये कैसे हो गया इतने जल्दी से कलाफिश हाँ कलाफिश അങ്ങനെ ചായയൊക്കെ കുടിച്ചു കുറെ നേരം അവരോട് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം ടാറ്റാ ഇവരെയൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെങ്കിലും ആ ഒരു അകൽച്ചയും കാര്യങ്ങളൊന്നും ഒരിക്കലും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല എങ്കിൽ പോലും അത്രയ്ക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവരോടൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല കാലത്തെ ഓർമ്മകളൊക്കെ പുതുക്കി അവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇതാ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പോവുകയാണല്ലേ അവരുടെ അടുത്തുനിന്ന് രണ്ടുപേരെയും കണ്ടു ബൈ ബൈ മിൽത്തേ അപ്പം സമയം രാത്രി 9:45 നമ്മള് അവരുടെ വീട്ടിൽ നിന്ന് പോവാണ് ഇത്ര നേരം പോയെന്ന് അറിഞ്ഞില്ലല്ലേ 6 മണിയായപ്പോ പോയതാണ് നമ്മള് ഇത്രയും നേരം സംസാരിച്ചു തീരത്തും ഇല്ല കേസാറോടെ ഭയ്യ 10 മണിയാകാൻ പോന്നു ഇൻഡോർ സിറ്റി ഇപ്പോഴും ആക്റ്റീവ് ആണ് പിന്നെ നാളെ ഇവിടെ ഗണേശ് ചതുർത്ഥിയാണ് അപ്പൊ അതിന്റേതായ തിരക്കുകളൊക്കെ ഉണ്ട് പൂജിക്കും 10 ദിവസം അപ്പൊ അതിന്റേതായ തിരക്കുകളൊക്കെ ഉണ്ട് പൊന്നിന് എവിടെ പോകണ്ടേ ഇത് കണ്ടോ ഇത് ഐബസ് ആണ് ഐബസില് സ്റ്റേഷനാണ് സിറ്റിയിൽ മാത്രം ഓടുന്ന ബസ്സാണ് അതിന് വേണ്ടിട്ട് പ്രത്യേക ഒരു ലൈൻ തന്നെയുണ്ട് അതെ ഐബസിൽ പ്രത്യേക ലൈൻ ഉണ്ട് അതിലേക്കൂടെ മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല എമർജൻസി വാഹനങ്ങൾക്ക് മാത്രം പോകാൻ പറ്റും അതായത് ആംബുലൻസ് എന്തെങ്കിലും ഫയർ അങ്ങനത്തെ വാഹനങ്ങൾ മാത്രമേ ആ ലൈനിൽ കൂടെ പോകത്തുള്ളൂ അല്ലെങ്കിൽ സിറ്റി ബസ് മാത്രമേ അലൗഡ് ഉള്ളൂ ബാക്കി എല്ലാം പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് ഭയങ്കര ഫാസ്റ്റിൽ പോകാൻ പറ്റും ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും അപ്പൊ നോർമൽ വണ്ടികൾ ഇതിലേക്കൂടെ പോകും സിറ്റി ബസ് അതിലേക്കൂടെ പോകും ഭയങ്കര ഫാസ്റ്റ് ആണ് ഇതിൽ കയറുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ഉണ്ട് ഐബസ് സേവാമേ ആപ്ക സ്വാഗതം എല്ലാ മുക്കിലും എല്ലാ ജംഗ്ഷനിലും ഇവർക്ക് ഇതാണ് സ്റ്റോപ്പ് ഉണ്ട് ഇങ്ങനെ എന്താണ് എന്തൊക്കെ ഒരു ഇവിടുന്ന് നമുക്ക് ടിക്കറ്റും എടുക്കുന്നൊക്കെ ടിക്കറ്റ് കൗണ്ടറുകളും ഒക്കെയാണ് തോന്നുന്നല്ലേ लोग सच सच के जा रहे कितना अच्छा लगता है त्योहार के टाइम शायद वो शादी के लिए जा रहे हैं शादी वाला कपड़ा पूजा करके भी जा रहे होंगे
അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളും ഒക്കെ അവർ സ്കാൻ ചെയ്ത് നോക്കും. 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ അത്രയധികം സേഫ്റ്റിയും കാര്യങ്ങൾക്കും ഒക്കെ മുൻഗണന കൊടുക്കുന്നുണ്ട് ഇവര്. അപ്പൊ നമുക്കിനി മുകളിൽ റൂമിലേക്ക് പോവാം. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചെന്നപ്പോൾ ഇന്ന് അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോന്നു. കാരണം വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അപ്പൊ നമുക്ക് നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റ് ഒക്കെ എടുക്കണം. അപ്പൊ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാന്നാണ് വിചാരിക്കുന്നത് നേരത്തെ. അപ്പൊ ഈ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ മുകളിൽ റെസ്റ്റോറന്റും ബാറും ഒക്കെ ഉണ്ട്. അത് രാത്രിയിലാണ് തുറക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലിഫ്റ്റ് കയറിയ ടേവയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. അതെ, നമ്മൾ വെളിയിൽ പോയിട്ട് എപ്പോ വന്നാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും കയ്യിലുള്ളത് സ്കാൻ ചെയ്യും. നമ്മളെ സ്കാൻ ചെയ്തിട്ട് മാത്രമേ ഇതിനകത്തോട്ട് കയറ്റത്തുള്ളൂ. കാരണം ഇത്രയും വലിയ ഹോട്ടലല്ലേ, അപ്പം അത്രയ്ക്ക് സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതെ, ഇൻഡോറിലെ ഒരു ഫേമസ് ഹോട്ടലാണ്. ടാറ്റ ഗ്രൂപ്പിന്റെയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ടോപ്പ് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് അങ്ങ് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും കിട്ടില്ല. കൂടുതലും ചിക്കൻ ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ ഫിഷ്. ഇത് രണ്ടും ഏതെങ്കിലും ഒക്കെ ആയിരിക്കും കൂടുതലും ഉള്ളത്. അപ്പം നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാനാണ് ഞങ്ങളും വിചാരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല സ്പൈസിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏവക്കുട്ടന് വേണ്ടി നമ്മൾ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്ത് വേണം ഏവക്ക് കഴിക്കാൻ? ഒന്നും പറയത്തില്ല, ഏവയൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നതാണ്. കഴിക്കാൻ വന്നപ്പോൾ അവർ നമുക്ക് ആദ്യം കൊണ്ട് തന്നത്, അതായത് നമ്മൾ ഈ പാനിപ്പൂരിയൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ചാട്ടൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുന്നത്, പിന്നെ സേവും ഒക്കെ ഇട്ട് ഒരു സംഭവമാണിത്. ഏവക്കൂട്ടന് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാനിപ്പൂരി ആണെങ്കിൽ അതായിരുന്നു നല്ല ടേസ്റ്റ്. എനിക്ക് പാനിപ്പൂരി കഴിക്കണം. പാനിപ്പൂരി കഴിച്ചിട്ട് ഞാൻ ഇൻഡോറിൽ നിന്ന് പോകത്തുള്ളൂ. പോഹാ ജിലേബി കഴിക്കണം, പാനിപ്പൂരി കഴിക്കണം. അതെന്തായാലും ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. മധുരമുണ്ട്. പിന്നെ നമ്മൾ രാവിലെ കുടിച്ച ആ വെള്ളത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. മസാല വെള്ളത്തിന് മസാലയുണ്ട്, കുറച്ച് എരിവുണ്ട്. ആണോ? ഏവ കഴിച്ചോ? ഏവ ശരിയാ പകുതിയുണ്ട്. ഏവ കുറച്ച് കഴിക്കാം കേട്ടോ. ഏവക്കുട്ടൻ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഏവയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പക്ഷെ എരിവുണ്ടായിരുന്നോ മന്ന? ചെറിയ ഇല്ലായിരുന്നു. ഏവ ഇപ്പം എരിവൊക്കെ കഴിക്കാൻ പഠിച്ചു. ഏവക്കുട്ടൻ ഇഷ്ടപ്പെട്ടു നല്ല പോലെ. അപ്പോൾ പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുക. സോഫ്റ്റ് ആണോ പപ്പടം? പപ്പടമാണോ? ഇതും പപ്പടം. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങാം. നാളെ നമുക്ക് ഒരുപാട് 5 മണിയായി ഉറങ്ങണം. ഏവയ്ക്ക് 5 മണി മാത്രമേ അറിയത്തുള്ളൂ. ഇരുട്ടായി കഴിഞ്ഞാൽ 5 മണിയാണ്. അതെ, അടിപൊളിയാണ്. ഇൻഡോറിൽ വന്നിട്ട് എല്ലാരും കാണാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് വിചാരിക്കുന്നതാണ് ഇവരെയൊക്കെ കാണണം. ഇവരൊക്കെ പിരിഞ്ഞിട്ട് ഏകദേശം 8-9 കൊല്ലമായി അല്ലേ? എപ്പോഴും വിചാരിക്കും ഒന്ന് ഇൻഡോറിൽ പോകണം, അവരെയൊക്കെ കാണണം. ഇപ്രാവശ്യം എന്ത് വന്നാലും പോകാന്ന് കഴിഞ്ഞിട്ട് ഞാനാണ്. അതെ, കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പൊ ഇനി ഇപ്രാവശ്യം പോയ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ. വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും കാണാനൊക്കെ പറ്റും. അങ്ങനെ ഇച്ചിരി ആയിട്ട് കൂടുതൽ എങ്ങനെ കഴിക്കും ഇനി എന്ത് ചെയ്യും? ഇതാ കണ്ടില്ലേ, ഇവിടുത്തെ ഹൈ ചെയർ ഏവക്കൂട്ടൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇത് അഡ്ജസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിന് നല്ല ഹൈറ്റ് ആണ്, അതിലിരുന്ന് കഴിക്കാനും ഒക്കത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ താഴെ തന്നെ ഇരുത്തി അവളെ. അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സ്പൈസസും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഒക്കെയാണ്. ഏവക്കൂട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം എരിവില്ലാത്തതുകൊണ്ട് തന്നെ അവളും കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ എടുത്തു, അവിടെ വെച്ചിട്ട് നമ്മൾ എടുത്തോളാം പറഞ്ഞു. ഇപ്പൊ ചിക്കനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏവക്കൂട്ടന് നമ്മളിത് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം ഏവക്കൂട്ട? ടേസ്റ്റ് ഉണ്ടോ? ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ മിണ്ടായിരിക്കുക. കാരണം നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടിട്ട് നമ്മൾ ഹിന്ദിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏവമോക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. മലയാളം അല്ല, ഫിന്നിഷും അല്ല. അപ്പൊ വേറൊരു കാര്യം സംസാരിച്ചിരിക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പം അവക്ക് എന്താ പറയുക, ഒന്നും ഞങ്ങളോടും അങ്ങനെ ഒന്നും പറയുന്നില്ല. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? പിന്നെ കുറച്ച് ഡ്രാമ കൂടുതലാണ് ഭയങ്കരമായിട്ട്. അങ്ങനെ അപ്പം ഞങ്ങളിപ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വലിയ ഹോട്ടലാണ് താമസിക്കുന്നത്. ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെയാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്, എന്തോ ആയാലും. പക്ഷേ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നവരുടെ വിനയം ഉണ്ടല്ലോ, അതായത് അവർ കാണിക്കുന്ന വിനയം ഭയങ്കര കൂടുതലാണ് അല്ലേ? അതെ, ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഡോറ് തുറന്നു തരിക, നമ്മളെ തൊഴുക, പിന്നെ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരെ തൊഴുക. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലേ?
നമ്മളിപ്പോൾ ഫിൻലാൻഡിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അവരിങ്ങനെ ഇത്രയൊന്നും വിനയമൊന്നും കാണിക്കത്തൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഫുഡ് സെർവ് ചെയ്യാൻ വരുന്നവരോ ആരും ആയിക്കോട്ടെ, ഇവർക്ക് വിനയം കൂടുതലാണ്. നമ്മളതിന് തൊഴും. അത് അവരുടെ ഒരു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഉറപ്പാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിച്ചവരാണ്, കേരളത്തിൽ വളർന്നവരാണ് എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല കേരളത്തിൽ വലിയ റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവർ തൊഴുന്നേ അല്ലെങ്കിൽ അവരിങ്ങനെ ഇത്ര വിനയം കാണിക്കുന്നേ. അവർ വരും കാര്യം പറയും, നമ്മുടെ ഫുഡ് കഴിക്കും പോകും. ഇപ്പം നമ്മൾ ടിപ്പ് കൊടുക്കണേ കൊടുക്കും. ഓക്കെ, ബാഗൊക്കെ കൊണ്ടുതരും, അതൊക്കെ ശരിയാണ് അല്ലേ? ബാഗൊക്കെ കൊണ്ടുതരും, നമ്മുടെ റൂമിൽ കൊണ്ടുതരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്ര വിനയം കാണിക്കാറില്ല. വിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കുന്ന റെസ്പെക്ട് അളവൊഴിഞ്ഞാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ? നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്തവളെ, ഇപ്പം നമ്മുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തൊഴുതു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന കാര്യമാണത്. ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ കൂടുതലും അങ്ങനെയാണ്. ഇവര് ഇപ്പൊ പുതിയതാണ്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ തൊഴുകയും അല്ലെങ്കിൽ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു കുറ്റമായിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല, പക്ഷെ നമുക്ക് നല്ല കാര്യമായിരിക്കും, മോശമായ കാര്യമായിരിക്കാം. പേഴ്സണലി നമുക്കതല്ലേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എപ്പോഴും ഒരു ദിവസം എത്ര അതെ, നമുക്കിപ്പോ വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഇവര് തൊഴിലൊന്നും മേടിച്ച് വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, ഇപ്പൊ അവരെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവര് വന്നിട്ട് തൊഴുതിട്ടാണ് ചെയ്തിട്ട് 10,000 തൊഴുതിട്ട് നമുക്ക് അത്രയും ഓവർ പമ്പ് ചെയ്ത് ഇഷ്ടമല്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ശീലമില്ല ഇപ്പൊ അതാണ്. അപ്പം ചിക്കൻ കഴിച്ചു, നല്ല ചിക്കൻ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏവ കഴിച്ചില്ല. ഏവയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടേക്കുവാണ്. നമ്മൾ രണ്ടുപേരും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പനീറാണ്. ചിക്കൻ ആണെങ്കിൽ നമ്മുടെ ബ്രോയിലർ ചിക്കൻ അല്ല, ഇത് ഒരുമാതിരി നമ്മുടെ നാടൻ കോഴിയെ പോലെ ഉണ്ട്. അതെ, നല്ല സ്മോക്കി ഫ്ലേവർ ആണ്, ബട്ടറാണ്. എന്താ ഒരു പേര് പറഞ്ഞു, എനിക്കറിയത്തില്ല. അവർ ഹിന്ദിയിലാണ് പറഞ്ഞത് അല്ലേ? എന്താ ഒരു മുറുകി എന്നെന്തോ പറഞ്ഞു. അതെ, എന്തോ പേര് പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ റൈസും പിന്നെ നമ്മുടെ പനീറും മസാലയാണ്. അതെ, ഇത് കഴിക്കാന്നായിരുന്നു. വെജിറ്റബിൾസ് പിന്നെ സലാഡുണ്ട്, പിന്നെ റൊട്ടിയുണ്ട്. അപ്പൊ ഇത്രയും സാധനമാണ് നമുക്കുള്ളത്. ഏവയ്ക്കാണെന്നുണ്ടെങ്കിൽ റൈസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പനീർ ഇട്ട് കൊടുക്കുക, അപ്പൊ അവളത് കഴിക്കും. പനീർ വേണം, ചീസുമായിട്ട് കൊടുക്കാം. ഏവയാണെന്നുണ്ടെങ്കിൽ വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അതെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ഏവൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. അതെ, ഏവ ഞങ്ങളുടെ പറയും വാച്ച് എടുത്ത് വെച്ചിട്ട് ചിരിക്കാനൊക്കെ പറയും. അപ്പൊ നമ്മളിങ്ങനെ ചിരിക്കണം. അതെ, ഇല്ലെങ്കിൽ ഏവക്ക് വിഷമാവും. അതെ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഫിൻലാൻഡിലെ ടൈമും ഇവിടുത്തെ ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ അന്നയൊക്കെ ഇപ്പം മഷ്റൂം പിക്കിങ് ചെയ്തോണ്ടിരിക്കുക. 8:30 ആയതുള്ളൂ, നല്ല വെട്ടമുണ്ട്. ഏവക്ക് ചെറിയ ചുമയൊക്കെ ഉണ്ട്, പനിയാണ്. ഹലോ, ആരെ വിളിക്കുന്നേ? അപ്പൂണ്. അപ്പൂനെ വിളിച്ചോണ്ടിരിക്കാന്നാ പറയുന്നേ. എന്നാ നാട്ടിൽ പോകുന്ന മോന്? വൈകിട്ട് നാട്ടിൽ പോകുന്നാ പറയുന്നത് അല്ലേ? 5 മണിക്ക് സന്ധ്യയാവും, ഇരുട്ടാവും, പിന്നെ വൈകുന്നേരം അപ്പൂ നാട്ടിൽ പോവാ അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ സ്പൈസി വേണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എരിവ് ഫീൽ ചെയ്യുന്നു. ചിലപ്പം ഇവിടുത്തെ അനുസരിച്ച് എരിവ് കാണത്തില്ല. നമ്മളിങ്ങനെ മുളക് പൊടി ഇങ്ങനെ കുറച്ച് കഴിച്ച് അല്ലേ നമുക്ക് എരിവ് പോലെ തോന്നും. എന്താ പോലെ ലൈറ്റ് ഇവിടെ ആണോ വരുന്നേ? ഓക്കെ. അപ്പം നമ്മൾ ഈ എരിവ് കുറച്ച് കഴിച്ചുണ്ടല്ലോ, എന്ത് കഴിച്ചിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് എരിവ് തോന്നിയിട്ട് നമ്മൾ ഒരു സ്പൂൺ കഴിക്കും, പിന്നെ വെള്ളം കുടിക്കും, ഒരു സ്പൂൺ കഴിക്കും, പിന്നെ വെള്ളം കുടിക്കും. അങ്ങനെ നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളാകുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് ആഹാരം ഒന്നും കഴിക്കാനുള്ള ഒരു മൂഡ് വന്നില്ല. എന്നിട്ട് കാരണം നമ്മളിങ്ങനെ എരിവ് അധികം കഴിക്കാറില്ലല്ലോ, അവിടെ നല്ല മുളക് പൊടിയൊന്നും കിട്ടാറില്ല മെയിനായിട്ടുള്ള. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏവയ്ക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് നമ്മൾ. അങ്ങനെ നമ്മളും ശീലിച്ചു. 3 ദിവസം കഴിയുമ്പോൾ നാട്ടിൽ പോ അല്ലേ? ഓക്കെ. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എരിവുണ്ട്. ഞാൻ ഈ വെള്ളം പകുതിയും കുടിച്ചു, വെള്ളം കുടിച്ച 3 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകുന്നു. എന്താ പോലെ 3 ദിവസം 10 ദിവസം കഴിഞ്ഞ് 10 ദിവസത്തേക്ക് പോകും. മനസ്സിലായോ? അങ്ങനെ പറയുന്നത് 10 ദിവസമല്ല, 1 മാസം. 1 മാസം ഇല്ല, കുഞ്ഞിന്റെ കണക്കനുസരിച്ച് ഏകദേശം അത്രയൊക്കെ തന്നെ അല്ലേ? 10 ദിവസം അല്ലേ?
10 ദിവസമേ ഉള്ളൂ. ഓക്കെ. അച്ഛൻ ആടുന്നുണ്ടോ ചെറുതായിട്ട്? എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഏവയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഏവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏവതാ കൂർക്കു കഴിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് റൈസ് കഴിച്ചു, പിന്നെ പനീറാണെന്നുണ്ടെങ്കിൽ ചെറിയ എരിവൊക്കെ ഉണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ആണോ? ചെറിയ എരിവുണ്ടായിരുന്നു അല്ലേ? ഇല്ല. ഓക്കെ. ഏവയ്ക്ക് എരിവില്ല, എനിക്ക് മാത്രമായിരിക്കും. നല്ലായിരുന്നു. ഇപ്പം റൊട്ടിയുണ്ട്, പിന്നെ പനീറുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം കൂടെ കഴിക്കാൻ വയ്യ, വയറ് നിറഞ്ഞു ഓൾറെഡി. കുറുക്കു നമ്മളാണെങ്കിൽ ഒരുപാട് ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള ഇങ്ങനെ ആഗ്രഹത്തിൽ വരുന്നേ, പക്ഷെ എന്താ പറയുന്നത്, നമുക്ക് ഫുഡെല്ലാം കൂടെ കണ്ടിട്ട് ഇങ്ങനെ വയറ് നിറയത്തില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ മന്ദതയായി പോകും, നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വിനോദനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി ഇറങ്ങുന്നില്ല, അതുകൊണ്ട് എന്നോട് കഴിക്കാൻ പറയുമോ. ഒരു ചപ്പാത്തിയും കൂടെ എനിക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. ഏവയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം ചപ്പാത്തി കഴിച്ചു, ഒരു ഇച്ചിരി ചിക്കൻ കഴിച്ചു, ഒരു ഇച്ചിരി ചോറ് കഴിച്ചു, പിന്നെ കുറച്ച് കുറുക്കും അതും ഇതൊക്കെ കഴിച്ചു, സലാഡും ഒക്കെ കഴിച്ചു അല്ലേ. വലിയ കാര്യമായിട്ടൊന്നും ഫുഡ് കഴിച്ചില്ല. ചിലപ്പോൾ ഈ ജെറ്റ് ലാഗ് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ, നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രശ്നമായിരിക്കും. അപ്പം ഫുള്ളെല്ലാം കഴിച്ചു, ചപ്പാത്തിയും റൈസും ചിക്കനും എന്താ വേണ്ടേ, പനീറും എല്ലാം കഴിച്ചു. വയറെല്ലാം ഫുള്ളായി. ഇനി എവിടെങ്കിലും അങ്ങോട്ട് ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഭയങ്കരമായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാം. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങാം. നാളെ ബാക്കി പ്ലാനുകളൊക്കെ നമുക്ക് ചെയ്യാം. നാളെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ പേരെ മീറ്റ് ചെയ്യാനുണ്ട്, കുറേ സ്ഥലത്തൊക്കെ പോകാനുണ്ട്, പിന്നെ എന്താണ് കുറേ പർച്ചേസ് ചെയ്യാനുണ്ട്, ഷോപ്പിംഗ്. അതെ. പിന്നെ എല്ലാ ബ്രാൻഡും കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചീപ്പായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ക്ലോത്തിങ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഷോപ്പിംഗ്. അതെ, നാട്ടിലേക്കാളും ശരിക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അതെ. അപ്പം അതിന് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയം വളരെ കുറവാണ്. എന്തായാലും നാളെ രാവിലെ തന്നെ എണീറ്റ് നമുക്ക് പോകണ്ടേ. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. ഇപ്പം 12 മണിയാവും. അതെ, നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോവാം. അപ്പം എന്തായാലും ഇന്ന് ബില്ല് കൊടുത്തിട്ട് റൂമിലേക്ക് പോകും അല്ലേ. ഏവ ഭയങ്കര ബിസിയാ. ഏവ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല, കാരണം ഏവയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെല്ലായിടവും ഹിന്ദിയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഏവ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു. ഇവിടെ അതേ മഴ പെയ്ത് ഇങ്ങനെ നനഞ്ഞ് കിടക്കുവാണ്, അതുകൊണ്ട് നമുക്ക് പറഞ്ഞു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അവിടെ എന്തോ ലൈറ്റിങ് സംഭവമൊക്കെ നടക്കും, എന്താ കണ്ടോ, ആകാശത്ത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ. പിന്നെ ഇതാ അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ എന്തൊക്കെയുണ്ട്. പാച്ചയാണെന്നുണ്ടെങ്കിൽ അവിടെ ബില്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ പോവാം അല്ലേ ഏവക്കുട്ട. അപ്പത്തേ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏവക്കുട്ട ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു തരുവാണ് സ്വന്തമായിട്ട്. പുള്ളിക്കാരിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല കൃത്യമായിട്ട്, എന്നാലും എടുത്തു തരാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, അവർക്കൊരു സന്തോഷം അല്ലേ. ടിപ്പ് കൊടുക്കുന്നതിലൊരു സന്തോഷം, വാങ്ങിക്കുന്ന അവർക്ക് സന്തോഷം. അതെ, അവരെല്ലാവരും ഇങ്ങനെ വിളമ്പിയൊക്കെ തരും അല്ലേ. അതുകൊണ്ടല്ല, പക്ഷെ ഭയങ്കര ഓവർ പൊളൈറ്റ് ആണ് അവരെല്ലാരും. അതെ, ലൈറ്റ് ഇടണമെങ്കിൽ കുഞ്ഞു പറയുന്ന ലൈറ്റ് ഇടാൻ, കാർഡ് ഇട്ടാലേ ലൈറ്റ് വരത്തുള്ളൂ. ഇതിൽ അങ്ങനെയാണ് കേട്ടോ. അതിന് ചെറുതായിട്ട് തെറ്റും. അതെ, അവിടെ കുളിക്കുന്നേ. അതെ, റൂം ടൂർ ഒക്കെ പറയുന്നേ. ഇവിടെ കുളിക്കുന്ന ടോയ്ലറ്റ്, ഇവിടെ ഉറങ്ങുന്ന, പിന്നെ ഇവിടെ ഉടുപ്പ്. ഓക്കെ, അവിടെ കോഫി കുടിക്കുന്നത്. കുഞ്ഞെല്ലാ കാര്യങ്ങളും ഇവിടെ നടുക്ക്. അത് കൊള്ളാമല്ലോ. അമ്മയും കൂടെ ഉറങ്ങും അല്ലേ. ആദ്യത്തെ താഴെ കിടക്കും അല്ലേ. എടുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കിടന്നുറങ്ങിയാലോ. അതെ, അടിപൊളിയായിരുന്നു.
അവിടെ ഒക്കെ പോയിട്ട് വന്ന് എല്ലാരെയും കണ്ടപ്പോ എന്തൊരു സന്തോഷമാണേ. നല്ല സന്തോഷമായിരുന്നു. എല്ലാവർക്കും അതൊരു സ്നേഹമാണ് ശരിക്കും. ഇവിടെ ഭയങ്കര മോയ്സ്ചർ ആണ് കണ്ടോ. ഈ ഫ്ലോർ ഒക്കെ നോക്കി ഒരുമാതിരി വെറ്റ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതാണ് വലുതാ. എവയുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? ഔട്ട്ഫിറ്റ് കൊള്ളാവോ? സൂപ്പർ ആണോ? അത് പൊട്ടിപ്പോയി. ഓരോ ദിവസം ഓരോ വാച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഓരോ ദിവസം ഓരോ വാച്ചാ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ ഇന്നത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അത്രേ ഉള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. പറ എവിടെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ. എങ്ങനെ പല്ല് പറയുന്നേ? പൊന്നു പറയുന്ന പോലെ പറ. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എങ്ങനെ അത് തന്നെ കണ്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞു.